ഇന്ന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കരോൾ സന്ധി സംബന്ധിപ്പാൻ തക്കവണ്ണം സാധ്യമാകുന്നതിൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തോമസ് സക്കറിയ അച്ഛൻ അനുഗ്രഹീതമായ നേതൃത്വം ഈ സെന്ററിലെ യുവജന സഖ്യത്തിന് നൽകുന്നു എന്ന് ഈ ഒരു ക്രമീകരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വന്യ വൈദിക ശ്രേഷ്ഠ വെരി റെവറൻഡ് ഡോക്ടർ ഗീവർഗീസ് റംബ, പ്രിയ കൊയർ അംഗങ്ങളെ, പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഏകദേശം 100ഓളം യുവജന സഖ്യ അംഗങ്ങൾ ഇന്ന് ഈ കരോളിൽ സംബന്ധിക്കുന്നു, ഈ കരോളിന് നേതൃത്വം നൽകുന്നു. ഇപ്രകാരം 100ഓളം യുവജന സഖ്യ അംഗങ്ങൾ ഈ കരോളിൽ സംബന്ധിച്ച് കരോൾ പാട്ട് പാടുമ്പോൾ ആ കരോളിന് എത്ര അനുഗ്രഹീതമായ അനുഭവമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സെന്ററിലെ 100-ൽ പരം യുവജനങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ തക്കവണ്ണം ഈ വലിയ കർമ്മത്തിന് സാധ്യമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് സക്കറിയ അച്ഛൻ എന്നെ ഈ ഒരു ഉദ്യമത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യമൊക്കെ എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്ന സംശയം പ്രകടിപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ ഫോഴ്സാണ്, ആ അച്ഛൻ്റെ ഫോഴ്സിന് വിധേയമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായി പോയേനെയും എന്ന് എനിക്ക് മനസ്സിലാക്കാനായി സാധ്യമായി. പ്രിയ കൊച്ചനുജന്മാരെ, കൊച്ചനുജന്മാരെ, നിങ്ങളുടെ ഈ വലിയ എഫർട്ട് അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സെന്റർ യുവജന സഖ്യ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അനുമോദിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട യേശുദാസൻ അച്ഛൻ 5 മണി മുതൽ എനിക്ക് ഫോണാണ്. എവിടെയായി. കാരണം ക്രിസ്മസ് കാലയളവിൽ റോഡ് ബ്ലോക്ക് ഉണ്ടെന്ന അച്ഛൻ്റെ ധാരണ. പക്ഷേ ഞാൻ 5 മണിക്ക് കോഴഞ്ചേരിയിൽ നിന്നിറങ്ങി 5:20 ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട യേശുദാസൻ അച്ഛൻ്റെയും ധാരണയൊക്കെ തെറ്റി. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളോട് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, മനസ്സിൽ നിറയെ സന്തോഷമുണ്ട്. എല്ലാം ആഘോഷങ്ങളുടെ ഒരനുഭവത്തിലാണ്, ആഘോഷ തിമിർപ്പുകളാണ്. എവിടെ നോക്കിയാലും ആഘോഷങ്ങളാണ്. ഇന്ന് അവസാനമായി പാഠം വായിച്ചു നിർത്തിയത് എന്താ? നിങ്ങൾ കേട്ടോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നോക്ക്, മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ എവിടെ എത്തിച്ചെന്ന് നിൽക്കുന്നു?
ഇന്ന് TV-യിൽ കൂടി കണ്ട എല്ലാ വിഷ്വൽസും ലോകത്തെ അറിയിക്കുന്നത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സാന്താക്ലോസ് എന്നാണ്. അങ്ങനെയാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ ഇന്ന് ചിത്രീകരിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന സംസ്കാരം, ഈ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്മസ് യേശുക്രിസ്തുവിന്റെ ജനനം നൽകുന്ന സംസ്കാരവും ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന സംസ്കാരവും തമ്മിലുള്ള വൈരുദ്ധ്യം, ഇതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ഈ സന്ധ്യയിലെ ഒരു ചോദ്യചിഹ്നം. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ നിലവിലിരിക്കുന്ന സംസ്കാരം, we are living in a world where the culture of death prevails. മരണ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന, ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതാണ് ഈ കാലഘട്ടത്തിന്റെ സംസ്കാരം. ഇനി രണ്ടാമതായി നിലവിലിരിക്കുന്ന സംസ്കാരം, we are living in a world where the culture of hatred prevails. വിദ്വേഷവും പകയും വഞ്ചനയും കപടതയും ചതിവും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോക സംസ്കാരത്തിൽ നാം ജീവിക്കുന്നു. ഈ ലോകത്തിന്റെ ചിത്രമാണ് കപടതയും വഞ്ചനയും വിശ്വാസതയില്ലായ്മയും എല്ലാം നിലനിൽക്കുന്ന ഒരു ലോകം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ശക്തമായ സാഹിത്യ ആശയ ആവിഷ്കരണങ്ങൾ നടത്തുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹം എഴുതിയ യന്ത്രം എന്ന ഒരു നോവലുണ്ട്. ആ നോവലിൽ ഒരു ഭാഗത്ത് ഒരു പാരഗ്രാഫിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ആധുനിക മനുഷ്യനെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ മൃഗങ്ങൾ സ്വന്തം സ്പീഷ്യസിലുള്ളതിനെ നശിപ്പിക്കില്ല, അന്യോന്യം വഴക്ക് പിടിക്കും. പക്ഷേ സ്വന്തം സ്പീഷ്യസിലുള്ളതിനെ അത് നശിപ്പിക്കില്ല. എന്നാൽ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: സ്വന്തം സഹോദരനെ മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരി തൂകി ആലിംഗനം ചെയ്ത് ഉമ്മ കൊടുത്ത് ചുംബനം ചെയ്ത് അവന്റെ കയ്യിലിരിക്കുന്ന കഠാര അവന്റെ പുറത്തേക്ക് ആഴ്ത്തിയിറക്കുന്ന ആധുനിക മനുഷ്യനെന്ന് വിളിച്ചാൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. കപടതയും വഞ്ചനയും വിദ്വേഷവും പകയും ഒക്കെ മുമ്പന്നത്തേക്കാൾ ഉപരി മനുഷ്യ ഹൃദയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, we are living in a world where the culture of hatred prevails. മൂന്നാമതായി, we are living in a world where the culture of self prevails. സ്വാർത്ഥത പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എനിക്ക് എങ്ങനെയും ജയിക്കണം, എനിക്ക് എങ്ങനെയും സുഖവും സൗഖ്യവും ജീവിതത്തിന്റെ നന്മകളും ഉൾക്കൊള്ളണം. എന്റെ സഹോദരനോ സഹോദരിയോ എങ്ങനെ ജീവിക്കട്ടെ, എന്റെ മാതാവോ പിതാവോ എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതൊന്നും എനിക്ക് ബാധകമല്ല. എനിക്ക് എന്റെ സുഖവും എന്റെ സൗഖ്യങ്ങളും. ദി കൾച്ചർ ഓഫ് സെൽഫ് പ്രിവെയിലിംഗ്. ഇവിടെയാണ് ഈ ക്രിസ്മസ് കർത്താവിന്റെ തിരുജനനം ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ.
യേശുക്രിസ്തുവിന്റെ ആ ജനനത്തിങ്കൽ ആട്ടിടയന്മാരോട് കൂടെ ആ സ്വർഗീയ സംഘം ഇപ്രകാരം പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. Here is a challenge. ഒരു വലിയ വെല്ലുവിളിയാണ്. നാം ആരായി തീരണം? ദൈവപ്രസാദമുള്ളവരായി തീരണം. ദൈവപ്രസാദമുള്ള ഒരു സമൂഹമായി തീരുക. എങ്ങനെയാ ദൈവപ്രസാദമുള്ള സമൂഹമായി തീരുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിന്റെ ഒരു മരണ സംസ്കാരത്തിന്റെ മധ്യത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരുപ്പിറവി, കർത്താവിന്റെ ജനനം നമുക്ക് നൽകുന്ന സന്ദേശം, യേശു ഈ ലോകത്തിലേക്ക് വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ്. ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിന്റെ സന്ദേശവും അതുതന്നെയാണ്, ജീവനും സമൃദ്ധിയായ ജീവനും. അങ്ങനെയാണെങ്കിൽ where the culture of death prevail, ദൈവപ്രസാദമുള്ള സമൂഹത്തിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യരായി തീരുക എന്ന് പറയുമ്പോൾ ഒന്നാമതായി ക്രിസ്തുവിനോടുകൂടെ ജീവന്റെ പക്ഷത്ത് നിന്ന് സമൃദ്ധിയായ ജീവൻ ഞാനായിരിക്കുന്ന എൻ്റെ സഭയ്ക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും ഒക്കെ ലഭ്യമാകുവാൻ പരിശ്രമിക്കണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ ജീവനാകുന്ന ക്രിസ്തുവിന്റെ പാതയിലൂടെ നാം സഞ്ചരിക്കണം. രണ്ടാമതായി, ഈ ലോകത്തിന്റെ സംസ്കാരം, we are living in a world where the culture of hatred prevails. ഇവിടെയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരനെ മാത്രമല്ല, നിനക്ക് എത്രത്തോളം ദൂരം പോകാമോ അവിടെ വരെ പോകുകയും നിന്റെ ശത്രുവിനെ സ്നേഹിക്കുകയും ചെയ്യണം. ഇന്ന് നാം ആരെയാ സ്നേഹിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നവരെ പോലും നമുക്ക് തിരിച്ചു സ്നേഹിക്കുവാൻ കഴിയാത്ത സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലല്ലേ? തന്നോട് തന്നെയല്ലേ വിദ്വേഷം? ഇവിടെയാണ് ഒരു പുതിയ സംസ്കാരം. We should create a counter culture, the culture of love. ക്രിസ്തു ലോകത്തിന് നൽകിയ ആ സ്നേഹത്തിന്റെ സംസ്കാരം നാം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഇന്നിന്റെ ആവശ്യം. ദൈവപ്രസാദമുള്ളവരായി തീരുക. ഒന്ന്, ജീവന്റെ സംരക്ഷണത്തിനു വേണ്ടി നാം തയ്യാറാകുക. സമൃദ്ധിയായ ജീവൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. രണ്ട്, വിദ്വേഷവും പകയും ശത്രുതയും ഒക്കെ വളരുന്ന സമൂഹത്തിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ സ്നേഹത്തിന്റെ അനുഭവത്തിൽ വസിക്കുക. മൂന്ന്, ഞാൻ പറഞ്ഞു, we are living in a world where the culture of self prevails. സ്വാർത്ഥത വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തു ലോകത്തിന് നൽകിയ മാതൃക സ്വയം ശൂന്യമാക്കലാണ്. ആ ക്രിസ്തുവിന്റെ സ്വയം ശൂന്യമാക്കലാണ് ഇന്ന് ലോകത്തിന് ലഭിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ താഴ്മയുടെയും വിനയത്തിന്റെയും സ്വയം ശൂന്യമാക്കലിന്റെയും അനുഭവം. അപ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യരായി തീരുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നാം ആരാകണം? ജീവന്റെ സംരക്ഷകരാണ്. സമൃദ്ധിയായ ജീവനെ എനിക്കും മറ്റുള്ളവർക്കും നൽകുന്ന ഒരനുഭവത്തിൽ നാം ജീവിക്കണം. രണ്ട്, വിദ്വേഷവും പകയും കപടതയും വഞ്ചനയും ചതിയും ഒക്കെ നിലനിൽക്കുന്ന ലോകത്തിൽ
സ്നേഹത്തിന്റെ ദൂതുവാഹകരായി നാം തീരണം. 3, സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നിസ്വാർത്ഥമായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണം. ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും ആ ഒരു നിസ്വാർത്ഥതയുടെ അനുഭവം ഉണ്ടാകണം. നോക്കൂ, ആരോടാണ് ഈ സന്ദേശം നൽകിയത്? ആരോടാണ്? ആട്ടിടയന്മാരോട് അല്ലേ? ഇടയന്മാർ ആ കാലഘട്ടത്തിൽ ആടുകളെ കാവൽ കാത്തു നിൽക്കുകയായിരുന്നു രാത്രിയിൽ. ഈ ഇടയന്മാർ ഒരിക്കലും ആടുകളുടെ ഉടയവരല്ല. ഈ ആടുകളൊന്നും തന്നെ അവരുടെ സ്വന്തവുമല്ല. ഈ ആടുകൾ ആരുടെയൊക്കെയോ സ്വന്തമാണ്. എന്നാൽ ഈ ഇടയന്മാർ ആ ഉടയവരോട് കൂലി പറഞ്ഞൊത്ത് ഇവയുടെ സംരക്ഷണം ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ ആടുകളെയൊക്കെയും പച്ച പുൽപ്പുറങ്ങളിലേക്കും നീലജലാശയങ്ങളിലേക്കും കൊണ്ടുപോവുകയും രാത്രികാലങ്ങളിൽ അതിന് കാവൽ നിൽക്കുകയുമാണ്. ഈ ആടുകൾക്ക് രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുക അത്ര സുഖപ്രദമായ ഒന്നല്ല. കാരണം ഒരു ഇല അനങ്ങുന്നത് പോലും അവരുടെ ജീവിതത്തിന് ഭയമാണ്. കാരണം വന്യമൃഗങ്ങൾ, കൊള്ളക്കാർ ഇവയൊക്കെ വന്ന് ഇവയെ പിടിച്ചു കൊണ്ടുപോകാം. അപ്പോൾ രാത്രിയിൽ കണ്ണിമിക്കാതെ ഈ ആടുകൾക്ക് കാവൽ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ ഭയന്ന് തന്നെയാണ് നിൽക്കുന്നത്. അവരോടാണ് പറയുന്നത്, ഭയപ്പെടരുത്. വീണ്ടും നോക്കണം, ഈ ഇടയന്മാർ ഈ ആടുകളുടെ ഉടയവരോട് കൂലി പറഞ്ഞൊക്കുമ്പോൾ അവർ വേറൊരു നിബന്ധനയ്ക്ക് കൂടി വിധേയരാകുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ ഒരെണ്ണത്തിന് പകരം 2 എണ്ണം ഞാൻ തിരികെ തരാം എന്ന ആ ഒരു കണ്ടീഷൻ, അതിലാണ് ഈ 100നെയും കൊണ്ട് പോകുന്നത്. ഇവരുടെ ജീവൻ സന്ധാരണമാണിത്. ഈ കൂലി ലഭിക്കുന്നതാണ് അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. എന്നാൽ ദൈവദൂതൻ ഈ ഇടയന്മാരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ എല്ലാവരും ഒത്തുകൂടുകയാണ്. ഇടയന്മാർ എല്ലാവരും ഒത്തുകൂടി. വായിച്ചതിങ്ങനെയാണ്, അവർ ബന്ധപ്പെട്ട് ആ ശിശുവിനെ കാണാൻ പോകുന്നു. നോക്കണം, ഇതൊരു അതിസാഹസികമായ യാത്രയാണ്. കാരണം ഈ ആടുകളെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിക്കാം, കൊള്ളക്കാർ ഇതിനെ കൊണ്ടുപോകാം. ഇതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 2 എണ്ണം തിരികെ കൊടുക്കാം എന്ന കണ്ടീഷനോട് കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്തും സംഭവിക്കാം. പക്ഷേ എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഇടയന്മാർ യാത്രയാവുകയാണ്. ആരെ കാണാൻ? ലോകത്തിന്റെ രക്ഷകനായി പിറന്ന, ഞങ്ങളുടെ രക്ഷകനായി പിറന്ന ക്രിസ്തുവിനെ കാണാൻ, ആ യേശു കുഞ്ഞിനെ കാണുവാൻ. ഒരു അതിസാഹസികമായ യാത്രയാണ്. ഇറ്റ് വാസ് ആൻ അഡ്വഞ്ചറസ് ജേർണി. എന്തിനു വേണ്ടിയായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്തതിനു വേണ്ടി, നഷ്ടപ്പെടുവാൻ സാധ്യമായതിനെ നഷ്ടപ്പെടുത്തി അവർ യാത്ര തിരിച്ചു. ഒരിക്കലും നഷ്ടപ്പെടാത്തത് എന്താണ്? ക്രിസ്തുവിന്റെ സാന്നിധ്യം. നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതൊക്കെ എന്താണ്? ഈ ആടുകളും ഞങ്ങളുടെ ജീവൽ സന്ധാരണങ്ങളുമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ജീവൽ സന്ധാരണങ്ങൾ നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ജീവന്റെ ഉടയവനും ഞങ്ങളുടെ ജീവന്റെ സംരക്ഷകനുമായ ക്രിസ്തുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്.
നിങ്ങൾ നോക്ക്, അവൾ ശിശുവിനെ ചെന്ന് കണ്ടു, അവർ തിരികെ വന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്താത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പിന്നെ അവരുടെ ജീവിതം സമൃദ്ധമായിരുന്നു. ഒരിക്കലും നഷ്ടപ്പെടാത്തതിനു വേണ്ടി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനെയൊക്കെ വിട്ട് ക്രിസ്തുവിനോടുകൂടി നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി സംരക്ഷണം നിർവഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനോടുകൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. ജീസസ് ക്രൈസ്റ്റ് is challenging you to take an adventurous journey with Christ, to have a new walk. ഒരു പുതിയ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനു വേണ്ടി? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ഒരു പുതിയ സമൂഹമായി വളരുവാൻ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമ്മുടെ ജീവിതം ആ താരത്തെ പോലെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതാണ്. പാപമാകുന്ന അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവരെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായിരിക്കണം നാം ഓരോരുത്തരും. അടുത്തതായി ആശംസാസംബന്ധനായി സ്തെഫാനോസ് തിരുമേനി, ഗീവർഗീസ് സമ്മാനിച്ച ഷൈജു അച്ഛൻ, ബഹുമാനപ്പെട്ട സൈൻ സാറ്, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട ഇടവാങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ സംഗീത സന്ധ്യയിൽ പങ്കുചേരുവാൻ ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് നിങ്ങളെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും 100 പേരടങ്ങുന്നതായ ഗായകസംഘം പാടുന്നത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ക്രിസ്മസ് എപ്പോഴും സന്തോഷം നൽകുന്ന അനുഭവമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാൻ ഒരു മഹാസന്തോഷമാണ് ക്രിസ്മസിൻ്റെ റിസൾട്ട്. എല്ലാ വാർത്തയും എല്ലാവർക്കും സന്തോഷപ്രദമാണെന്നില്ല. എനിക്ക് സന്തോഷമുള്ള വാർത്ത ഷൈജു അച്ഛന് സന്തോഷമുള്ളതാണെന്നില്ല. ക്രിസ്മസിൻ്റെ പ്രത്യേകത സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആ സന്തോഷമാണ് ഗാനങ്ങളിലൂടെ ഈ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചത്. നല്ല പാട്ടുകൾ പാടണമെങ്കിൽ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണം. സന്തോഷമുള്ളപ്പോൾ നന്നായി പാടാനായിട്ട് സാധിക്കും. ഈ സംഗീതത്തിന് പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ വളരെ ദീർഘമായ പ്രസംഗം കേട്ടാൽ ഓർമ്മ. എന്നാൽ ഈ സംഗീതത്തിൻ്റെ പ്രത്യേകത ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് തുളച്ച് കയറുവാനായിട്ടുള്ള വലിയ സ്വാധീന ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മക്കൾ പാടിയതിനേക്കാൾ വലിയൊരു സന്ദേശം ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. വളരെ മനോഹരമായിട്ട് അവർ പാടി. പ്രത്യേകിച്ചും ഇത്രയും ഭംഗിയായിട്ട് ഈ ഗാനങ്ങൾ അവതരിപ്പിച്ചതായ ഗായക സംഘങ്ങളെ നേതൃത്വം കൊടുത്തതായ ബഹുമാനപ്പെട്ട തോമസ് സക്കറി അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്. എല്ലാവരെയും DSNCയുടെ പേരിൽ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം സുന്ദരമായി പാടുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വലിയ കഴിവുകൾ, നല്ല ശബ്ദം, അതെടുത്ത് ഉപയോഗപ്പെടുത്തുന്ന വഴിയാണ്. സംഗീതത്തിന് ഒരിക്കലും അതിരുകളില്ല. ഒരു മതത്തിൻ്റെയോ ജാതിയുടെ വേദിക്കെട്ടോ ഒന്നുമില്ലാത്തൊരു വസ്തുതയാണ് സംഗീതം. ഏതൊരു വ്യക്തിയിലേക്കും കടന്നു ചെല്ലുവാൻ, ഈവൻ സംഗീതത്തിൻ്റെ യാതൊരു കഴിവും താരതമ്യമില്ലാത്ത വ്യക്തിക്ക് പോലും സംഗീതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ മനോഹരങ്ങളായ ഗാനങ്ങൾ ഈ കുഞ്ഞുങ്ങൾ പാടി, ഈ ഗാനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായിട്ട് നിഷേധിച്ചതായ ബഹുമാനപ്പെട്ട തോമസ് സക്കറി അച്ഛനോടുള്ളതായ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ടും ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതായിട്ടുള്ള പന്തളം സെന്റർ യുവജന സംഘത്തെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എല്ലാവർക്കും